സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 എല്ലാവർക്കും നമസ്കാരം. കഥകളി ക്ലബിൻ്റെ സുവർണ ജൂബിലിയുടെ സമാപനത്തിൻ്റെ ഈ ദിവസം നമ്മൾ സ്മര്യപുരുഷനായ ഉണ്ണായി വാര്യർ എന്ന മഹാപ്രതിഭയുടെ സങ്കല്പ ഛായാചിത്രത്തിന് മുമ്പിൽ ദീപം തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കാം. അതിനായി പ്രശസ്ത കൂടിയാട്ട കലാകാരി ഉഷ നങ്ങ്യാരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ രണ്ട് പ്രഭാഷകരും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുണ്ട്. സംഗമഗ്രാമത്തിൻ്റെ സാംസ്കാരിക ഭൂമിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നാടകത്തെ, ഇവിടുത്തെ നാടക സംസ്കാരത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു വിഷയ പ്രബന്ധമാണ് നമുക്ക് കേൾക്കുവാനുള്ളത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്നത് കേരള സംഗീത നാടക അക്കാദമിയിലെ ഇന്നത്തെ ഭരണസമിതിയിലെ അംഗവും ഇരിങ്ങാലക്കുടയ്ക്ക് ഈ ഒരു പുല്ലൂർ നാടകവേദിയിലൂടെയും മറ്റ് നാടക പ്രവർത്തനങ്ങളുമായി അദ്ദേഹത്തിൻ്റെ 3-3.5 പതിറ്റാണ്ടിന് ദീർഘമായ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കലാകാരൻ എന്നുള്ളതിലുപരി കലാകാരന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, മറ്റ് രംഗകലകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ദീർഘകാലത്തെ അദ്ദേഹത്തിൻ്റെ പരിചയം, ഇങ്ങനെ എന്തുകൊണ്ടും സർവാധാരണീയമായിട്ടുള്ള കലാകാരനും കൂടിയായിട്ടാണ് അദ്ദേഹത്തെ സാദരം ഈ ഒരു പ്രഭാഷണത്തിലേക്കായിട്ട് സജിചന്ദ്രനെ സാദരം ഈ ഒരു വേദിയിലേക്ക്, അമ്മന്നൂർ ഗുരുകുലത്തിലെ മാധവ നാട്യഭൂമിയിലേക്ക് ഈ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്നേഹസ്വാഗതം. വിഷയം നാടകമാവുമ്പോൾ നേരം വെളുക്കണ വരെ പറഞ്ഞാൽ തീരില്ല. നാടക പ്രഭാഷണം എന്നതിലുപരി നാടക വർത്തമാനം എന്ന് പറയാനാണ് കുറച്ചും കൂടി ഇഷ്ടം. ഇന്നലെ രമേശേട്ടൻ ക്ഷണിച്ചപ്പോൾ നേരത്തെ ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വന്നപ്പോൾ പീശപ്പള്ളി രാജീവേട്ടൻ്റെ ഒരു ടോക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ ചേർത്ത് വെച്ചുകൊണ്ടൊന്ന് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. രംഗകലകൾക്ക് വേണ്ടത്ര ആസ്വാദകരില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളൊരു സംഭാഷണം ആൾ പറഞ്ഞു. പക്ഷെ അത് ശരിയല്ല എന്നാണ് നമ്മുടെ പക്ഷത്തു നിന്ന് തോന്നുന്നത്. സത്യസന്ധമായിട്ടുള്ള കല എവിടെ ഉണ്ടാകുന്നു, ആത്മാർത്ഥമായിട്ട് നമ്മുടെ തിയേറ്റർ എങ്ങനെ നമ്മൾ വർക്ക് ചെയ്ത് രൂപപ്പെടുത്തിയെടുക്കുന്നു, അവിടെയാണ് ജനം ഉണ്ടാവുക. അവിടെ മാത്രമേ ജനം ഉണ്ടാവുള്ളൂ. അത് പ്രേക്ഷകനായിട്ട് നമ്മൾ ഒരുമിച്ച് നിന്ന് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്.
പിന്നെ അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഒരിക്കലും നമ്മളും ഇങ്ങനെ വേറൊരു രീതിയിൽ പറയും, ഒരു നാടകം കാണാൻ മിനിമം യോഗ്യത വേണമെന്ന് പറയും. നാടകത്തിന് മാർക്കിടാനൊക്കെ കേരളോത്സവം, സ്കൂൾ കലോത്സവം, ഈ സംഭവങ്ങളൊക്കെ പോകുന്ന ധാരാളം ആളുകളൊക്കെ ഉണ്ട്. ഒരു നാടകം നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ള മിനിമം, ഒരു രംഗകല നമുക്ക് ആസ്വദിക്കാൻ മിനിമം ഒരു ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നാണ്. ഒരു നല്ല പ്രേക്ഷകനാവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു സംഭവമാണ്. ഇപ്പം നമ്മളൊരു നാടകം കൊണ്ട് ഉദ്ദേശിക്കുന്ന, നാടകം കഴിഞ്ഞ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ആ നാടകം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. ഇപ്പോൾ ദിനേശ് മാഷ് പറഞ്ഞ സംഭവം 22 കൊല്ലം മുമ്പ് എൻ്റെ നാടകം ഉണ്ടായിരുന്നു, അച്ഛൻ്റെ പൊന്നുമക്കൾ എന്ന് പറഞ്ഞ നാടകം. 22 കൊല്ലം മുമ്പ് അവതരിപ്പിക്കപ്പെട്ട നാടകമാണ് അച്ഛൻ്റെ പൊന്നുമക്കൾ. 2000 വേദി കളിച്ചു ആ നാടകം. ഞാൻ 10 സെൻറ്റ് ഭൂമി വാങ്ങി ആ നാടകം കൊണ്ട്. ഒരു 2 നില വീടിൻ്റെ അടിയിലെ നില ആ നാടകത്തിൻ്റെ പണം തന്നെയായിരുന്നു. അന്ന് കാലത്തൊക്കെ മലബാറിലേക്ക് നാടകം വണ്ടി വിട്ട് കഴിഞ്ഞ് മണി ഓർഡറായിട്ട് കാശ് വന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് പൈസ നാടകം വണ്ടി പോയി കഴിഞ്ഞാൽ പയ്യന്നൂർ, ദ്വാരക, അവിടെയൊക്കെ നിന്ന് തമ്പാഞ്ചേട്ടൻ്റെ കളി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ കാഞ്ഞങ്ങാട്, നാരനേട്ട, അങ്ങനെ കുറേ ഏജൻറ്റുമാരുണ്ട്. അവരൊരു 30 ദിവസമൊക്കെ സ്ഥിരമായിട്ട് കളിപ്പിക്കും. പെരുമ്പാവൂർ ഷാജിയേട്ടൻ്റെ അവിടെയൊക്കെ പോയി കഴിഞ്ഞു. എന്തിനധികം പറഞ്ഞ തൃപ്രയാർ പിന്നെ 3 കൂടി ജംഗ്ഷനിൽ ഒരു കാലത്ത് പിന്നെ വിശ്വകേരള ഒളസയുടെ വണ്ടി കിടന്നിരുന്നു. കരവളം ചന്ദ്രേട്ടൻ്റെ വണ്ടി കിടന്ന്. എന്നമ്പിള്ളിയൊക്കെ അവിടുത്തെ സ്ഥിരം അവിടെ റൂം എടുത്ത് സ്റ്റേ ആയിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അതല്ല അങ്ങനെ പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഈ നാടകവർത്തമാനത്തിനിടയിൽ ഇങ്ങനെ പല ഒരു നാടകത്തിൻ്റെ ഒരു അക്കാദമിസ്റ്റ് നമ്മൾ അല്ലാത്തതുകൊണ്ട്, നമ്മുടെ നാടകാനുഭവങ്ങളായതുകൊണ്ട് പല രീതിയിലേക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മേഖലയിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചെന്നിരിക്കും. അപ്പോൾ അത് നിങ്ങളത് വേറൊന്നും തോന്നരുത്. ഇരിങ്ങാലക്കുടയിലത്തെ നാടകമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ചന്ദ്രൻ മാഷ്ട അച്ഛൻ ഒരു അറിവാണ് നമുക്ക് കൂടുതലും പറയാനായിട്ടുള്ളത്. പിന്നെ ഈ ദാമോദരൻ്റെ പാട്ടമാക്കി ചെറുകാടിൻ്റെ നമ്മളൊന്ന് 2 വർഷം മുമ്പ് നമ്മൾ അവതരിപ്പിക്കുക ഒരു ശ്രമം നടത്തിയിട്ട്, പക്ഷെ അതിനകത്ത് പങ്ങന്നായിരായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരാളെ നമുക്ക് കിട്ടിയില്ല. മണിമേനോട് നമ്മൾ ആലോചിച്ചു, പക്ഷെ പിന്നെ അത് ആ പ്രൊജക്റ്റ് നടന്നില്ല. നമ്മുടെ രേണു ചേച്ചി അച്ഛൻ, പിന്നെ രാമനാഥ മാസ്റ്റർ അതിൻ്റെ പണ്ട് കാലത്ത് അതിൻ്റെ ഇതിൽ കുറേ സഹായിച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ആ രീതിയിൽ ചർച്ചകളൊക്കെ നടത്തി. പക്ഷെ അത് ഇന്നത്തെ കാലത്ത് ഒരു നാടകം നമ്മൾ അവതരിപ്പിക്കുന്നു പറയുന്നു ശരി, പക്ഷേ ഞാനിപ്പോൾ ഈ മുടി കളഞ്ഞിരിക്കുന്നത് ഒരു നാടകത്തിന് വേണ്ടി അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഏകദേശം ഒരു 3 വർഷത്തോളം ഈ മുടി ഇങ്ങനെ തന്നെ ഓരോ കളിക്കും വേണ്ടി ഇങ്ങനെ കളയേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ നാടകം നമ്മൾ റിഹേഴ്സൽ തുടങ്ങി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നാടകം അവതരിപ്പിക്കുന്ന ആദ്യത്തെ അവതരണം കഴിഞ്ഞാലേ ആ നാടകത്തിന് പ്രസക്തിയുള്ളൂ. കൊല്ലങ്ങളോളം റിഹേഴ്സൽ ചെയ്തിട്ട് കളിക്കാത്ത പോയ നാടകങ്ങളുണ്ട്. നാടകം ആദ്യ അവതരണം കഴിയുമ്പോഴാണ് നാടകത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് വരുള്ളൂ. പിന്നെ അവിടെ നിന്ന് കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം എൻ്റെ 2 അവതരണം കഴിഞ്ഞു. നരിപ്പറ്റ രാജുമാഷ് നാടകം കാണാൻ വന്നിരുന്നു അത്യാവശ്യം. പക്ഷെ ആദ്യത്തെ നാടകം എൻ്റെ ഇപ്പോൾ ഈ അവതരിപ്പിച്ച നാടകം, ആദ്യത്തെ നാടകം അതിൻ്റെ ഡയറക്ടർ പറഞ്ഞത് ആകെ 10 പേരെ വിളിച്ചാൽ മാത്രമേ കാണിപ്പിക്കാൻ പാടുമെന്ന് പറഞ്ഞു. ഓരോരുത്തർ നാടകത്തിൻ്റെ ഒരു രീതികളാണ്. 10 പേരെ മാത്രം വിളിച്ച് കാണിച്ചാൽ മതി. സജു ഡയലോഗാണ് പഠിച്ച് നമ്മൾ റിഹേഴ്സൽ തെറ്റാതെ ചെയ്യണം. അത് ദുർബലമായി പോയി കഴിഞ്ഞാൽ വലിയൊരു ന്യൂസ് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട 10 നമ്മുടെ കുടുംബക്കാരെ മാത്രം വിളിച്ചു അവതരിപ്പിച്ചു. വലിയ കുഴപ്പമില്ലാണ്ട് രക്ഷപ്പെട്ടു. വീണ്ടും ഒരു 10 പേരും കൂടി കൂടുതൽ കളിപ്പിച്ചു. അപ്പം നാടകം എന്നൊക്കെ പറയുമ്പോൾ മറ്റു കലകളെ നമ്മളതായിട്ട് പറയുന്നില്ല, പക്ഷേ ഏറ്റവും ജനകീയമായിട്ടുള്ള അടുത്ത് നിൽക്കുന്ന കലയല്ലേ നാടകം. പിശപ്പള്ളി രാജവട്ടം പറഞ്ഞ പോലെ രംഗകലയ്ക്ക് നാടകം കാണാൻ ആളില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റ അനുഭവം പറയാം. ഈ ഒക്ടോബർ മാസം അവസാനത്തെ ഒരാഴ്ചക്കാലം ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നമ്മൾ നാടകരാവ് എന്ന് പറഞ്ഞ സംഭവം നടത്തി. നമ്മൾ 30 വർഷമായിട്ട് പുല്ലൂരിലൊരു ഗ്രാമത്തിൽ കുറച്ച് ചെറുപ്പക്കാരുടെ അമേച്ചർ നാടകങ്ങൾ, അതിനെ ചുറ്റിപ്പറ്റി സ്ട്രീറ്റ് പ്ലേ, പിന്നെ നാടക സംവാദങ്ങൾ, ഇതൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന കുറച്ച് ആളുകളുടെ സംഭവമായിരുന്നു. പക്ഷെ നമ്മൾ ഒരു 3-4 കൊല്ലമായിട്ട് നമ്മൾ ടൗൺ ഹാളിലേക്ക് നമ്മളിതിൻ്റെ ഇത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഈ നാടകത്തിന് കിട്ടുന്ന ഒരു വല്ലാത്തൊരു സ്വീകാര്യത,
ഈ പ്രാവശ്യം 1-2 ദിവസങ്ങളിൽ നമ്മൾ പിറകിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ഇതാണ്. നാടകം അപ്പോൾ ഉദാഹരണം പറയും, മിഠായി തെരുവ് എന്ന് പറഞ്ഞ നാടകം ഇവിടെ കണ്ട ആൾക്കാരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അവിടെ ടൗൺ ഹാളിൽ ആൾക്കാർ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് മുൻനിരയിലെല്ലാം ഇരുന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മുൻ MLA-മാരെ ഉണ്ണിയാടനും പിന്നെ അരുണമാഷ് ഇവർക്കൊക്കെ ഇരിക്കാൻ സ്ഥലമില്ല. വേറൊരു സംഭവം അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടകത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഒരുമിക്കും. ഈ ക്രിസ്ത്യൻ പള്ളിയിലെ അച്ഛന്മാരും പിന്നെ ഈ ചാത്തന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ ഭയങ്കര വിരോധികളാണ്. ഒരിക്കലും ചാത്തനും പള്ളിയിലെ അച്ഛനും കുരിശും ഒരിക്കലും ചേരലില്ല. എൻ്റെ മൊബൈലിൽ ഫോട്ടോ ഉണ്ട്. അവിടങ്ങാട്ട് കളരിയിലത്തെ ഏയൂര് ഗ്രാമപ്പണിക്കർ ഇവിടെ ഇരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് നമ്മളുടെ അഭിമന്യ പിതാവ് പോളി കണ്ണൂക്കാടൻ അദ്ദേഹം ഇരിക്കുന്നു. ഈ 2 പേര് ഇരുന്നിട്ട് ഈ മുച്ചുകെട്ടുകളിക്കാരനും കാണാണ്, പിന്നെ മിഠായി തെരുവും കാണാണ്. 2 ദിവസം നാടകം കാണാൻ വന്നിരുന്നു. പറഞ്ഞു വന്നത് മിഠായി തെരുവ് നാടകം കാണാൻ ആൾക്കാർ വന്നിരുന്നിട്ട് ടൗൺ ഹാൾ മൊത്തം നിറഞ്ഞു. ബാക്കിൽ കുറച്ച് പേര് നിൽക്കണം, മുകളിലെ ബാൽക്കണി മൊത്തം നിറഞ്ഞു, കുറച്ച് പേര് നിൽക്കണം. എന്നിട്ട് ഒരു നാടകം നമ്മൾ നല്ല നാടകം നമ്മൾ കുറച്ച് നേരം വൈകിട്ട് നമ്മൾ തുടങ്ങുള്ളൂ. ആൾക്കാർ അക്ഷമനായിട്ട് ഇരിക്കുമല്ലോ, അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഇതൊക്കെ. അപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ട് അവിടെ എന്ന് പറയാ, ഇവരെന്ത് സംഘാടകരാണ് ഇവർ, ആൾക്കാർക്ക് മര്യാദയ്ക്ക് ദൂരെ നിന്ന് നാടകം കാണാൻ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ കാട്ടൂർ ഭാഗത്തു നിന്നൊക്കെ ഓട്ടോറിക്ഷയ്ക്ക് വിളിച്ചു വന്ന ആൾക്കാർക്ക് നാടകം കാണാൻ പറ്റാണ്ടായപ്പോഴുള്ള ഒരു അമർഷം അവർ പറയുന്നത്. അപ്പം തന്നെ ഈ അടിയിലും മുകളിലും കൂടി തന്നെ എത്ര പേര് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും എന്നുള്ള കാര്യം. നാടകം കാണാൻ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ എത്തിച്ച് നോക്കുന്ന ഒരവസ്ഥ. അപ്പോൾ നാടകം നല്ല തിയേറ്റർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും ആൾ വരും. നല്ല നാടകത്തിന് പറയുന്ന കാശ് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ പെൺമക്കൾ നാടകം മനശ്ശേരി കിള്ളിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലം, ഒറ്റപ്പാലത്ത് ഒരു നല്ല പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലത്താണ്. ഒരാളുടെ മക്കളില്ലാണ്ടിരിക്കണം ആൾക്ക്. കുറേ കാലമായിട്ട് കുട്ടികളൊന്നും ഉണ്ടായില്ല. എന്നിട്ടൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയുടെ 1ാമത്തെ പിറന്നാൾ സദ്യ കഴിഞ്ഞിട്ട് നാടകം വേണമെന്ന് പറഞ്ഞു. അവർക്ക് എൻ്റെ ഈ നാടകം തന്നെ മതി എന്ന് പറഞ്ഞു. 6500 ഉറുപ്പ്യ നാടകത്തിനുള്ള സമയത്ത് ഞാൻ 25,000 ഉറുപ്പ്യ മേടിച്ചു ഞാൻ. കാരണം അടുത്ത കൊല്ലം നല്ല നാടകം അല്ലെങ്കിൽ ഈ പൈസ കിട്ടില്ലല്ലോ. അപ്പം അന്ന് അങ്ങനെ വരെ നാടകം കളിച്ചിട്ടുണ്ട്. നമ്മുടെ നല്ല നാടകങ്ങളാണെങ്കിൽ പിന്നെ ഈ ഇറ്റുഫോക്കിനൊക്കെ കളിക്കുന്ന നാടകങ്ങൾക്കൊക്കെ എത്രയാ 5 ലക്ഷം 10 ലക്ഷം റുപ്യ കൊടുത്തിട്ട് അവർ വരുന്നത്. നാടകം അങ്ങനെ അത്ര ഷാർപ്പാണ്. ഒരിക്കലും നാടകത്തിന് നല്ല നാടകങ്ങളുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ രംഗവേദിയെ വികലമാക്കുന്നത് പിന്നെ നല്ല തരത്തിലുള്ള പെർഫോമൻസ് അവതരണങ്ങളില്ലാതെ വരുമ്പോഴാണ്. അതുപോലെ നാടകത്തിൻ്റെ നടന്മാരുടെ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മികച്ച നടന്മാർ നാടകവേദിയിൽ നിന്ന് നടന്മാരിൽ നമുക്ക് NN പിള്ളേനെയൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്തതല്ലേ. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വേണ്ട ഡയലോഗൊന്നും ഇല്ലാണ്ടാണ് ഇരിക്കും, ജനം നോക്കി നിന്ന് പോകും. അതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ നാടകം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞ് കിടന്ന് കരയാണ്. മകക്കഥൊക്കെ കേട്ടിട്ടുള്ളതല്ലേ. ഒരു കുഞ്ഞ് കരയാണ്. അപ്പോൾ ആളവിടെ നിന്നിട്ട് പറയാണ്, മഹതി ആ കുഞ്ഞിന് വേണ്ടത് കൊടുക്കൂ, അതിന് ശേഷം നമുക്ക് നാടകം തുടങ്ങാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നാടകം തുടങ്ങി. സ്റ്റേജിൽ നിന്നിട്ട് സംഭവം പിടികിട്ടില്ലേ. അപ്പോൾ പിന്നെ കൺവേ ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇനി വേറൊരു വലിയൊരു സംഭവം പറയാം. ഇപ്പം അടുത്തുണ്ടായ ഒരു അനുഭവമാണ്. ആളുടെ പേരൊന്നും നമ്മൾ പറയുന്നത് ശരിയല്ല. 10,000 ഉറുപ്പിക കൊണ്ടു തന്നു. 10,000 ഉറുപ്പിക അദ്ദേഹം നമ്മുടെ ഫംഗ്ഷന് വന്നപ്പോൾ കൊണ്ടുതന്നു, കവറിലായി കൊണ്ടുവന്നു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും നാടകരാവ് നടക്കുന്ന സമയത്ത് സ്റ്റേജിൽ നമ്മൾ ആങ്കറിങ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മളവിടെ നിന്ന് വിട്ടുമാറാൻ പറ്റില്ല. നമ്മളുടെ ഒരു ഇതിലെല്ലാം നിൽക്കുന്നത്. അപ്പം എപ്പോഴും സ്വാഭാവികമായിട്ടും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടല്ല എൻ്റെ കാല് പിന്നെ ഇങ്ങനെ വന്നിരിക്കും. എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയം അതാണ്. നമ്മളതിൻ്റെ 3 മാസത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിയുന്നതാണ്. ഈ 10,000 ഉറുപ്പിക ഇദ്ദേഹം കൊണ്ടുവന്നിട്ട് ചോദിക്കുക, എപ്പോഴാണ് മോനെ വിളിക്കുക, പ്രായമുണ്ട് ആൾക്ക്. എപ്പം മോനെപ്പോഴാണ് വീട്ടിൽ പോവുക? അപ്പോൾ പറഞ്ഞു, നാടകക്കാർക്കൊക്കെ ഭക്ഷണമൊക്കെ വീട്ടിലാണ് ഭക്ഷണം കൊടുക്കുന്നത് കാലങ്ങളായിട്ട്. നമ്മളങ്ങനെയാണ് നമ്മളൊരു സംഭവം.
അപ്പോൾ ഇവർ കർട്ടനൊക്കെ അഴിച്ച് നാടകം കഴിഞ്ഞ് അപ്പോൾ രാത്രി 10-10 നാടകം കഴിയുമ്പോൾ കർട്ടൻ അഴിക്കണമെങ്കിൽ സെറ്റ് അഴിക്കണമെങ്കിൽ കുറേ സമയം വേണമല്ലോ, 1.5 മണിക്കൂർ വേണമല്ലോ. അത് കഴിഞ്ഞ് വണ്ടിയിൽ പാക്ക് ചെയ്തിട്ട് നമ്മുടെ പുല്ലൂർ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവർ പോയതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ. അല്ല അവർ പറഞ്ഞു വിടണ്ടേ അത് കഴിഞ്ഞിട്ട്. അപ്പോൾ എപ്പോഴാണ് ഏകദേശം ഭക്ഷണം കഴിക്കും? നമ്മൾ 2 മണിയൊക്കെ ആവും. എപ്പോഴാണ് കിടക്കുക? 2-2:30 ആവും കിടക്കുമെന്ന് പറഞ്ഞു. എപ്പോഴാണ് മോനെ എണീക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 10 മണിയൊക്കെ ആവും എനിക്കും ഭയങ്കര ഇതല്ലേ, 10 മണിയാവുക. എന്നൊരു 10:30-11 മണിയാകുമ്പോൾ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഒരു നല്ലോണം സ്വർണം ഇതൊക്കെ ഇട്ട് ഇരിക്കുന്ന ആള് ചെക്ക് എടുത്ത് നിർത്തി വെച്ചത്. കൃത്യസമയത്തിനാണ് എത്തിയില്ലേ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. 1,00,000 രൂപയുടെ ചെക്ക് എഴുതിയിട്ട് നമുക്ക് തന്നു. എന്നിട്ട് ആള് ചോദിക്കണേ, നല്ല കാര്യത്തിനല്ലേ ചെയ്യുന്നത്, ഇനി നിങ്ങൾക്ക് വല്ല പൈസയ്ക്ക് വല്ല ബുദ്ധിമുട്ട് ഉണ്ടോന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പേടിയായി. കാരണം ഇത് അല്ല, ചില ആൾക്കാർ നമുക്ക് പൈസ തന്നിട്ട് നമ്മൾ അളക്കുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പോൾ. പൈസയ്ക്ക് നമുക്ക് ഒരു ആർത്തി, പൈസ കടലാസാന്ന് വിചാരിച്ച പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇതാന്ന് വിചാരിച്ചിട്ട് ഇനിയും ആവശ്യമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഇനിയും വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരും. നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. ഓരോ നാടകരാവ് കഴിയുമ്പോഴും ഞാൻ എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഓരോ വളയൊക്കെ മേടിക്കാറുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഇത് വരുമ്പോൾ, കാരണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റെടുക്കാനായിട്ടൊന്നും എല്ലാവർക്കും ഒരേ ചിന്താഗതി ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെയുണ്ടല്ലോ. പിന്നെ ഇപ്പം ഈ ഫ്ലക്സും ഇത് സംഭവങ്ങളും ഇതൊക്കെ ഇല്ലേ സാധനങ്ങൾ, നമ്മൾ ഈ നാടകോത്സവം നടത്തുന്നത് പിന്നെ ചെറിയ ജഗന്നാഥം മുണ്ടുമ്മ എഴുതിയിട്ടും ചുമരെഴുത്തും നടത്തിയിട്ടാണ് പലർക്കും അറിയാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ അതൊന്നും വേണ്ട. കാരണം ഇപ്പോൾ അല്ല, അങ്ങനെ ആ ഒരു പരസ്യം കൂടി ഇല്ലാതെ തന്നെ നമുക്ക് ആളുകൾ നമുക്ക് വന്ന് കിട്ടുന്ന ഒരവസ്ഥയിലായി. നമ്മുടെ നാടകോത്സവത്തിന് വരുന്ന ഒരു ദിവസം നമ്മളൊരു 15 പേരേക്കോളം നമ്മൾ അതിഥികളായിട്ട് നമ്മുടെ ടെക്നിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കുടിവിളക്ക് എടുത്തിട്ട് തെളിയിപ്പിക്കലാണ്. ഈ സമയത്ത് നമ്മൾ അവരൊന്ന് പരിചയപ്പെടുത്തും എല്ലാം. അങ്ങനെ ഒരു ദിവസം 15 പേര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ദിവസം കൊണ്ട് വരുന്നത് 70, 7, 35, 105 പേര് അതിഥികളായിട്ട് നമ്മൾ ഓരോ വർഷം കൊണ്ടുവരികയാണ് നമ്മളത്. അപ്പോൾ അവരെക്കുറിച്ച് 2 വാക്ക് നമ്മൾ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് ചെറിയ അല്ലല്ലോ. അങ്ങനെ നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ട് ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോൾ ഒരു 1-2 കൊല്ലമായിട്ടാണ് നമുക്ക് പണം പിന്നെ കൊടുക്കാതെ, കടം വരാതെ, പോക്കറ്റിൽ നിന്ന് പൈസ വയ്ക്കാതെ നമുക്ക് ഈ പരിപാടികൾ നടത്താൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും ഓരോ ഈ നാടകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും നല്ല നാടകങ്ങളായിരിക്കണം എന്നുള്ള വലിയൊരു നിർബന്ധം കാര്യങ്ങളുണ്ട്. ഞാൻ വിഷയത്തിൽ നിന്ന് പോകുന്നതല്ല, നാടക അനുഭവത്തിലേക്ക് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വിസ്തരിച്ച് പറയും. എന്നാലും ഈ വേണ്ട സാധനങ്ങൾ മാത്രം നമുക്ക് എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. ഞാനൊരു നാടക സമിതി 1995 നമ്മുടെ നാടക പ്രവർത്തനം തുടങ്ങുന്നത്. അത് പിന്നെ ഡ്രാമ സ്കൂളിൽ നിന്നുള്ള പ്രേമപ്രസാദിൻ്റെ കീഴിൽ ഒരു 5 വർഷം നാടക പഠനമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തെരുവ് നാടകങ്ങളൊക്കെ കളിച്ച് ഗംഭീരമായിട്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ശബ്ദത്തിന് ഭയങ്കര കരുത്തൊക്കെ കിട്ടും. ഈ സ്ട്രീറ്റ് പ്ലേയിൽ നിൽക്കുന്ന ആളുകൾക്ക് നോട്ടത്തിനൊക്കെ ഭയങ്കര പവർ ഉണ്ടായിരിക്കും. അവരുടെ ശബ്ദം ഭയങ്കര ഷാർപ്പായിരിക്കും, ഭയങ്കര ഇതായിരിക്കും. കാരണം ഈ ആളുകളോടും ഇങ്ങനത്തെ സംവിധാനത്തിലല്ലല്ലോ, തെരുവിലല്ല നിന്നിട്ട്. എനിക്ക് ഓർമ്മയുണ്ട്, തിരൂർ തുഞ്ചൻ കോളേജിൽ പോയിട്ട് നാടകം കളിക്കുന്ന സമയത്ത് പിന്നെ അതിനകത്ത് വേഷം ചെയ്തപ്പോൾ ഒരു ഉമ്മ വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ചു. അവർ 10-20 വർഷം മുമ്പ് അവരെ കാണാണ്ടായ ഒരു മകനെ പോലെയൊക്കെ തോന്നിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അങ്ങനെ 5 വർഷം തെരുവ് നാടകത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു. 2001 ഞാനും എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തും കൂടിയിട്ട് അങ്കമാലി അമ്മ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞൊരു നാടകം പ്രവർത്തനം തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തെരുവ് നാടകത്തിൽ നിന്ന് 2-3 പേരും കൂടി നമ്മുടെ നടന്മാരും നടികളൊക്കെ പോകുന്നു. നാടകത്തിന് പിന്നെ സിനിമ എഴുതിയ ആളെ മമ്മൂട്ടിയുടെ ഗോഡ്മാൻ എഴുതിയ സുരേഷ് പതിശ്ശേരി രചന, കാളിദാസൻ സംവിധാനം ചെയ്തു. പുള്ളി മരണപ്പെട്ടു. നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 5 മിനിറ്റോളം നമ്മളുടെ അന്നത്തെ ഇപ്പോഴത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സംഭാഷണമാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാടകം വീണ്ടും തുടങ്ങും. അപ്പോൾ നാടകത്തിൻ്റെ രചനാ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. നാടകം നടക്കുന്നത് കൂടൽമാണിക്യം അമ്പലത്തിൻ്റെ തൊട്ടടി, അച്ഛൻ്റെ പൊന്നോക്കൾ കണ്ടിട്ടുള്ള ദിനേശ് മാഷ് കണ്ടിട്ടുണ്ട്, കണ്ട ആൾക്കാരൊന്നും മറക്കില്ല. കൂടൽമാണിക്യം അമ്പലത്തിൽ കഥകളി നടക്കാണ്. നളചരിതം നളനായിട്ട് അഭിനയിക്കുന്ന ആളാണ് തോന്നയ്ക്കൽ അച്യുതനാശാൻ. കേരളത്തിൽ അറിയപ്പെടുന്ന കഥകളി നടനാണ്.
അദ്ദേഹത്തിൻ്റെ ഭാര്യ സർക്കാർ ആശുപത്രിയിൽ പിന്നെ പ്രസവ റൂമിലേക്ക് കയറ്റിയേക്കാണ്. അപ്പോൾ കഥകളി തുടങ്ങുന്ന വേഷം നമ്മളുടെ ഹരിയാശാനും സതീഷാർന്ന് ചെണ്ട തൃപ്പൂണിത്തുറ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ചെയ്തു. പിന്നെ പാട്ട് രാജുവേട്ടനായിരുന്നു. അപ്പോൾ നളൻ്റെ ദമയന്തി ആ നല്ല ഇത് നടക്കുന്ന സമയത്ത് മറ്റേ ഈ സഹായി വന്നിട്ട് പറയാണ്, ആശാനെ ചതിച്ചു. നല്ല നളനും തമ്മയും കൂടി ഭയങ്കര ഇത് നടക്കണം കേട്ടോ. അപ്പോൾ പറയണത് പ്രസവത്തിൽ നമ്മുടെ ഒരു പ്രസവിച്ചു 2 ഇരട്ട കുട്ടികൾ, പക്ഷേ നമ്മുടെ ആശാൻ്റെ ഭാര്യ പ്രസവത്തിൽ മരിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഥകളി ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ ആശാനാണെങ്കിലും ഭയങ്കര മദ്യപാനിയും ഭയങ്കര ഒരു അങ്ങനത്തെ. ഈ 2 കുട്ടികൾ വളർന്നു വന്ന് ഈ 2 കുട്ടികളും മന്ദബുദ്ധികൾ, അവരാണും പെണ്ണും. ഈ മന്ദബുദ്ധികളായ മക്കളുടെ വളർത്തണം, ഇരട്ടക്കുട്ടികൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരേപോലത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നാടകം തുടങ്ങുന്നത് 25 വർഷം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ പിന്നത്തെ ഡയലോഗ് ഇതാണ്, മമ്മൂട്ടി ലാസ്റ്റ് പറയുന്നതാണ്, ഇനി നളനായും നരനായും തിരശീലയ്ക്ക് മുന്നിലും പിന്നിലും ആടിത്തിമിർത്ത തോന്നക്കലച്ചവനാശാൻ്റെ നീണ്ട 25 വർഷങ്ങൾക്ക് ശേഷമുള്ള ജീവിതത്തിലേക്ക്. അപ്പോൾ 25 വയസ്സ് 2 മന്ദബുദ്ധികൾ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കി. ലീലാഹരിക്ക് ആ കൊല്ലം ഏറ്റവും നല്ല നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. പിന്നെ ഒരു 10-15 സ്ഥലത്തുനിന്നും നല്ല നടിക്കുള്ള അവാർഡും കിട്ടി. ഇപ്പോഴത്തെ അരൂർ MLA ദലീമയായിരുന്നു അതിനകത്ത് പാടിയത്, അവർക്ക് ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള അവാർഡ് കിട്ടി. പറഞ്ഞു വന്ന് 25 വയസ്സായ ഒരു വീട്ടിൽ മന്ദബുദ്ധികളായ 2 മക്കളെയും ഒരു അച്ഛനും കൂടി കഴിയുന്ന ഒരു അച്ഛന് കളിക്ക് പോകണം ഉള്ള സംഭവങ്ങളൊക്കെ. അതിനിടയിൽ ഈ മന്ദബുദ്ധി പെണ്ണ് ഒരു ശിവരാമാമൻ എന്നുണ്ട്, ആനക്കാരൻ. അത് അപ്പം അന്ന് മൊബൈലൊക്കെ ഇറങ്ങണ സമയമായിരുന്നു. മൊബൈല് നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല അല്ല. അപ്പം ഈ മൊബൈല് പോക്കറ്റിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ റേഡിയേഷൻ ഉണ്ടാവും, ഇവിടെ വെച്ചാൽ റേഡിയേഷൻ ഉണ്ടാവും. അപ്പോൾ അയാൾ അന്ന് നാടകത്തിൻ്റെ ഒരു കോമഡിക്കാണ്, ഈ പോക്കറ്റ് ആനക്കാർക്ക് തലയെക്കെട്ടുണ്ടാവില്ല, ഈ തലയെക്കെട്ടിൻ്റെ ഇവിടെ കൊണ്ടുവച്ചിട്ട് അങ്ങനെ ഒരു സംഭവം. ഈ ആനക്കാര ശിവരാമനായിട്ട് അയാളായിട്ട് ഈ മന്ദബുദ്ധി പെണ്ണ് വേറൊന്നുമില്ല, ആ പെണ്ണിനെ ചെയ്തു. പെണ്ണ് പ്രസവിച്ചു. സ്റ്റേജിൽ അന്ന് പ്രസവം നമ്മൾ കാണിച്ചു. ഈ പ്രസവ വിവരം മകൻ ഓമനക്കുട്ടൻ പറയാന്ന് ചെല്ലുന്നു, അച്ഛനെ വിളിച്ച് പറയാണ്, അച്ഛൻ കള്ളുഷാപ്പിൽ നിന്ന് കള്ളുടിക്കണം, അച്ഛതിച്ചു. ഇവിടെ കള്ളുഷാപ്പിലേക്ക് ചെല്ലണ ഓടുന്ന നേരത്ത് മഴ പെയ്തു, പൊട്ടി വീണ ലൈകമ്പിൽ വിട്ട് ഈ മകനും മരിച്ചു. അങ്ങനെയുള്ള ദുരന്തം. നാടകം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർവെല്ലിന് നമ്മളുടെ നാടകത്തിന് ഉണ്ടായിരുന്ന പാട്ട് ഈ പാട്ടാണ്, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കും, കരയുമ്പോൾ കൂടെ. ആ ഇതില്ലേ, അത് ആൾക്കാർ നാടകം ഇൻ്റർവെല്ലിനൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ത്രില്ല് ഹരായി. എത്ര പേര് കരയുണ്ട്, എത്ര പേര് ചിരിക്കുന്നുണ്ടെന്നൊക്കെ. ഇയാള് മറ്റേ കൂടെയുള്ള ഇതുണ്ടല്ലോ, ചരടുവപ്പനാവെന്ന പറയാ, ഇയാളെ കൂടെ അയാൾ നല്ല വെള്ളമാണ്. പക്ഷെ ആശാൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവമാണ്. അപ്പോൾ സ്റ്റേജിൽ തോർത്തുമുണ്ട് അങ്ങോട്ട് വിരിച്ചിട്ട് കിടക്കുക ആള് ഓർമ്മയിലില്ല, തോർത്തുമുണ്ട് അപ്പുറത്തേക്ക് എടുക്കുക ആള്. അങ്ങനത്തെ അയാൾക്കും ഏറ്റവും നല്ല ആദ്യത്തെ നാടകത്തിലേക്ക് വന്ന കക്ഷിയായിരുന്നു. അപ്പം ജനം ചിരിക്കുകയും കരയുകയും നാടകം കഴിയുമ്പോൾ പിന്നെ വേറൊരു മൂഡിലേക്ക് നാടകം കൊണ്ടുപോയി. ഇപ്പോഴും ആ നാടകത്തിൽ പ്രധാനപ്പെട്ട രംഗങ്ങൾ ഇല്ലേ മാഷെ, ഓർമ്മയുണ്ടാവില്ല ഇത്? അതായത് അച്ഛനെയും മക്കളെയും കൂടിയിട്ട് വളർത്താൻ പറ്റാണ്ട് പടിയിറക്കി വിടുന്ന സംഭവമുണ്ട്. ഏത് ചെറിയച്ഛൻ്റെ വീട്ടിലാണ് നിൽക്കുക, മറ്റേ വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ ചെറിയച്ഛൻ്റെ വീട്ടിലാണെങ്കിൽ അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്, സാമ്പത്തിക സ്ഥിതിക്ക് ഉണ്ട്. പക്ഷെ ചെറിയമ്മ ഭയങ്കര ഷാർപ്പാണ്. ഈ കള്ളുടിക്കാരൻ കഥകളിയാശാനും 2 മക്കളെയും കൂടി വളർത്താൻ അവർക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഇവരും കൊണ്ട് പിന്നെ ഈ ഇന്റർവ്യൂ നേരത്ത് പടിയിറങ്ങാണ്. അതുപോലെ ഈ ചെറിയച്ഛൻ്റെ വീട്ടിൽ പെണ്ണ് കാണാൻ വരും, ചെറിയച്ഛൻ്റെ നമ്മളെ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ഓമനക്കൂട്ടം വന്നിരുന്നിട്ട് ഇവരുടെ ഭക്ഷണത്തിൽ നിന്ന് മന്ദബുദ്ധിയല്ലേ വന്നിരുന്ന് എടുത്ത് തിന്നും. അപ്പോൾ ഈ കഥകളിയാശാൻ പറയുന്നുണ്ട്, അപ്പുറത്തെ വീട്ടിലെയാ ഇവിടെ ഈ മന്ദബുദ്ധി സ്വന്തം മകനെ അപ്പുറത്തെ വീട്ടിലെയാ ഇവിടെ ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്നതാ, വേറെ തോന്നരുത്. അതിൻ്റെ ചെക്കനെ കല്ല് തല്ലിക്കൊണ്ട് പോകുന്ന സീനുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സംഭവം ചെയ്യുമ്പോൾ അതിന് വല്ലാത്ത റിസൾട്ട് ഉണ്ടായിരിക്കും. ഇതാണ് നമ്മളുടെ നാടകാനുഭവം. അത്ര തീക്ഷ്ണമായിട്ടുള്ള കഥകൾ പറയാനായിട്ട് ഒറ്റ കാര്യം ശ്രദ്ധിക്കുക. ഇന്നത്തെ നാടകങ്ങളും മറ്റു കാര്യങ്ങളും കാണുമ്പോൾ എത്ര കർട്ടൻ ഉണ്ടാവും ഒരു നാടകം? 25 കർട്ടനൊക്കെ ഓരോ നാടകങ്ങളിൽ ഉണ്ടാവുക. അതിനടുത്ത മ്യൂസിക്, ഓരോ സാധനങ്ങൾ, ഇതൊക്കെ ആയിട്ട്. ഞാൻ പറയട്ടെ, ജീവിതം പറയുമ്പോൾ അവിടെ സംഗീതം ലൈറ്റിൻ്റെ മേലെ ആവശ്യമുണ്ട്.
അച്ഛൻ്റെ പൊന്നോക്കളുടെ നാടകത്തിൽ ഒറ്റ കർട്ടനുള്ളൂ. അവസാന നിമിഷമാണ് ഈ പടി ഇറക്കി വിടുന്ന സീനിൽ ഒരു കുടിലിൻ്റെ ഒരു കഷ്ണം മാത്രം ഇൻ്റർവെല്ലിന് ശേഷം. അപ്പോൾ ഈ ഇൻ്റർവെല്ലിന് ശേഷമുള്ള ഈ കുടിലിൻ്റെ സാധനം ആ സീൻ കാണിക്കുമ്പോഴേക്കും ബാക്കിലത്തെ വീടുണ്ടല്ലോ, അതൊക്കെ പൊളിച്ചു കഴിഞ്ഞ് സെറ്റിലേക്ക് തന്നെ അടുത്ത സെക്കൻഡുകളിൽ നാടൻ കളിച്ചിരുന്ന ഒരു കാലം. അപ്പോൾ അതിനകത്ത് ഒറ്റ ഇതുള്ളൂ, ലൈറ്റ് പ്ലെയിൻ ലൈറ്റ് ആയിരുന്നു. എൻ്റെ നാടകത്തിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്ന ആൾ മറ്റേ കോട്ടയത്തുള്ള കക്ഷിയായിരുന്നു. അയാൾ നാടകം തുടങ്ങി കഴിഞ്ഞാൽ പൂമ്പാറ്റും ബാലരയും വായിക്കും. അയാൾക്ക് വലിയ പണിയൊന്നുമില്ലേ, നാടക ആൾക്കാർ എടുത്തു. പിന്നെ ലൈറ്റ് വർക്ക് ചെയ്താലും ചെയ്തില്ലെങ്കിലും അങ്ങനത്തെ ഒരു സംവിധാനം. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടം നമുക്ക് ഇപ്പോഴും നല്ല നാടകങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലും നല്ല നാടകങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ മലയാള നാടകവേദി കുറച്ചും കൂടി രാജേഷിയറിലൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിലേക്കാണ്. പിന്നെ തൃശ്ശൂർ നടക്കുന്ന ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഇറ്റ്ഫോക്ക്, അതിൻ്റെ തുടക്കത്തിലെ തന്നെ പിന്നെ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുള്ളതാണ്. അന്ന് ഈ എം എ ബേബി മന്ത്രിയായിരിക്കുന്ന സമയത്താണ് 2008, ഇപ്പോഴും ഓർമ്മയുണ്ട്. നടൻ മുരളിയായിരുന്നു അന്ന് സംഗീത നാടക അക്കാദമി ചെയർമാൻ. ആ സമയത്ത് ഡോക്ടർ സി രാവുണ്ണി സെക്രട്ടറി ആയിരുന്ന സമയത്ത് മുരളിയേട്ടൻ്റെ ഒരു വളരെ നിർബന്ധമായിരുന്നു പിന്നെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ തുടങ്ങണം എന്നുള്ളത്. അത് തുടങ്ങി ഏറ്റവും നല്ല ഇപ്പോൾ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട നാടകോത്സവങ്ങളിലൊന്നായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇതാണ് അല്ല ഇപ്പോൾ പക്ഷേ ഈ വർഷം ഇപ്പോൾ എന്തോ വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടകത്തിനൊന്നും പണം മുടക്കാനായിട്ട് വേണ്ടത്ര ആളുകളില്ല. തിരുവനന്തപുരത്ത് ഇപ്പോൾ ചലച്ചിത്രമേള നടന്നു, അതിനൊന്നും വേറെ ഇതില്ല. സിനിമാ രംഗത്തെ കഥകൾ പിന്നെ നമ്മൾക്ക് പരാമർശവിധേയമാക്കേണ്ട വിഷയങ്ങളല്ല. പിന്നെ ഭീകരമായിട്ടുള്ള ആക്ടിങ് പവറാണ് നാടകത്തിനകത്ത്. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഇവിടെ ഒരു ഇൻ്റർനാഷണൽ പ്ലേ ഇവിടെ അവതരിപ്പിച്ചു കൊടകരയിൽ. ദീപൻ ശിവരാമൻ സംവിധാനം ചെയ്ത നാടകം ഉബറോയി എന്ന് പറഞ്ഞിട്ട്. അത് 125 വർഷം മുമ്പ് ആൽഫ്രഡ് ജാറി എഴുതിയൊരു ഫ്രഞ്ച് നാടകക്കാരെഴുതിയതാണ്. വേറൊന്നുമല്ല അതിൻ്റെ കഥ. ഇതാണ്, അധികാരത്തിൽ എത്താനായിട്ട് ഒരു കഴിവില്ലാത്തവർ അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നു. ഒരു കഴിവില്ലാത്തവൻ അധികാരത്തിലെത്തുമ്പോൾ എന്തുണ്ടാവും അവിടുത്തെ ആ രാജ്യം മുഴുവൻ തന്നെ കൊളാവണം. അവസാനം ജനങ്ങൾ ഒരുമിക്കുന്നു, ജനങ്ങൾ അതിനെതിരെ ശക്തമാണ്. ഇന്നത്തെ കാലത്തിലേക്ക് അതിനെ സന്നിവേശിപ്പിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. 50 ലക്ഷം റുപ്യാണ് ആ നാടകത്തിന് വേണ്ടി പ്രൊഡക്ഷൻ കോസ്റ്റ്. ആ നാടകം പിന്നെ അത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അവരാണത് അതിൻ്റെ പ്രൊഡക്ഷൻ. അവർ പുതിയ നാടകത്തിൻ്റെ വർക്ക് തുടങ്ങി. ആ നാടകം ഒരു സ്ഥലത്ത് അവതരിപ്പിക്കുമ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം കണ്ടവരുണ്ടാവും. നാടകം ഇല്ലല്ലേ, അത് ഇവരുടെ ഇതിന് മുൻപുണ്ടായിരുന്ന നാടകമാണ്. പിന്നെ ഇരിങ്ങാലക്കുടയിൽ സ്പൈനൽ കോഡ് കളിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അത് നല്ല നാടകമായിരുന്നു അല്ലേ, കളിയരങ്ങിൻ്റെ ഒക്കെ ആ സമയത്ത് കാണാൻ കഴിഞ്ഞില്ല. അത് അവരുടെ ഏറ്റവും നല്ല പ്രൊഡക്ഷൻ അതായിരുന്നു പറയുന്നത്. പക്ഷെ ഖസാക്കിൻ്റെ ഇതിഹാസമൊക്കെ പക്ഷെ വേറെ അത് ഇത്ര പണം മുടക്കിയിട്ടൊന്നും നാടകം അവതരിപ്പിക്കുന്നവർ നമ്മൾ ഒരിക്കലും യോജിക്കില്ല കേട്ടോ. 50 ലക്ഷം റുപ്യ ഇറക്കിയിട്ടൊരു നാടകം ഇറക്കേണ്ട ഒരു സംഭവം എല്ലാവർക്കും സാധിക്കില്ലല്ലോ. പക്ഷേ അതൊരു ഖസാക്കിൻ്റെ ഇതിഹാസം അവതരിപ്പിച്ചത് പയ്യന്നൂരുള്ള KMK, തൃക്കരിപ്പൂരുള്ള KMK കലാസമിതി എന്ന് പറഞ്ഞാണ്. അവിടുത്തെ ഡോക്ടർമാരും സാധാരണക്കാർ അധ്യാപകരും എല്ലാവരും ചേർന്നത് മാസങ്ങളോളം 3.5 മണിക്കൂർ ആ സമയത്തിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ അത് ഇങ്ങനെ തന്നെ ഒരു വിഷ്വൽ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ലാതെ ആർക്ക് കൈവയ്ക്കാനായിട്ട്. ഇത്രയൊക്കെയാണ് സംഭവങ്ങളെന്ന് കുറിച്ച് പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് പറയാമെന്ന് തോന്നുന്നു. എന്തായാലും നാടക പ്രവർത്തനം കൊണ്ട് ഞാൻ ഭയങ്കര വ്യക്തിപരമായിട്ട് വളരെ സന്തോഷത്തിലാണ്. കാരണം വലിയൊരു സമൂഹം നമ്മളെ പിന്നിലുണ്ടെന്നുള്ളതാണ്. നമ്മുടെ നാടകം കാണാനായിട്ട് വന്നിരിക്കുന്നവര് ഇപ്പോൾ ഡാണാവിന്ന് എടുക്കുകയാണെങ്കിൽ വെള്ളാനിക്കാരൻ, കണ്ടംകുളത്തി, പിന്നെ അല്ല ഞാൻ ചെറുതായിട്ട് ഇത് പറയുന്നതല്ല കേട്ടാ, ചുങ്കത്ത് കഴിഞ്ഞതിന് മുന്നത്തെ വർഷം നമ്മുടെ വീട്ടിലൊന്ന് ഭക്ഷണം കഴിച്ച് പോയ ആള് ബോബി ചെമ്മണ്ണൂർ.
അല്ല, നമ്മളെ ഇതായിട്ട് പറയുന്നതല്ല, ഗോകുലം ഗോപാലൻ ഈ വക ആൾക്കാരൊക്കെ നമ്മുടെ പരിപാടിക്ക് വരുന്നത്. ഇവരെല്ലാവരും തന്നെ നമ്മൾ വേറൊരു തരത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ എപ്പോഴും അത് നിൽക്കുന്നു. സംവിധായകൻ സച്ചി ആദ്യത്തെ വർഷം വന്നു, പിറ്റേ വർഷം നമ്മൾ സച്ചി മരിച്ചു, അയ്യപ്പനും കോശിയുടെ. സച്ചിയുടെ ഭാര്യ അവർ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ദുബായിൽ നിന്ന് അവർ ഇവിടെ വന്ന് തിരിച്ച് പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മളുടെ പുതിയ പ്രൊജക്റ്റ് ഇതുപോലത്തെ ഒരു സംവിധാനം നമ്മളുടെ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ പ്രാരംഭം പണികൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഭൂമി വാങ്ങി തീറ് നടത്തിയിട്ടില്ല, 15-ാം തീയതി നടത്തി കഴിഞ്ഞാൽ നമ്മുടെ MP യുടെ 50 ലക്ഷം റുപ്യയും പിന്നെ മന്ത്രി MLA ഫണ്ട് 25 ലക്ഷം റുപ്യ നമുക്ക് തരാമെന്ന് പറഞ്ഞു. നമ്മൾ ഇങ്ങനത്തെ ഒരു സംവിധാനം, ഒരു സ്റ്റേജ്, ഒരു ഹാള്, അതിൻ്റെ മേലെ ഒരു 4-5 ബെഡ്റൂമും ഒരു കിച്ചൺ അടക്കം, അതിൻ്റെ മേലെ നമ്മുടെ ഇതിന് ഒരു ആഫീസുള്ള നിലയ്ക്ക് ഒരു 3 നില കെട്ടിടം പഠിക്കാനും ആർക്കും റിഹേഴ്സൽ ചെയ്യാനും പഠിക്കാനും ഇതിനൊക്കെ വരാനും സ്റ്റേ ചെയ്യാനും. ഇപ്പോൾ കിച്ചണൊക്കെ ഉണ്ടാകുമ്പോൾ സൗകര്യമാണല്ലോ. ഒരു 3-4 ബെഡ്റൂമൊക്കെ ആയിട്ട് ലേഡീസിനൊക്കെ സെപ്പറേറ്റ്, അങ്ങനെ സംവിധാനത്തിലേക്ക് നമ്മളുടെ പുതിയ പ്രൊജക്റ്റ്. അത് പിന്നെ നാടകം, വലിയൊരു നാടകം നമ്മൾക്ക് ഒരു ആലോചനയുണ്ട്. ഇതിനു മുമ്പ് ഇവിടുത്തെ ഒരു ചരിത്രം നോക്കുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട നാടക നടന്മാരുടെ ഒരു ഓർമ്മകൾ, ഇല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും രേഖകൾ, അതേപോലെ ഏതൊക്കെ സംവിധായകൻ ഏതൊക്കെ നാടകങ്ങൾ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളായിട്ട് അല്ലെങ്കിൽ ഓർമ്മയിൽ എവിടെയെങ്കിലും വായിച്ചതായിട്ടോ കേട്ടറിഞ്ഞതോ ഉണ്ടോ? ഇരിങ്ങാലക്കുടയിലത്തെ ഒരു 50 വർഷത്തെ നാടകത്തിൻ്റെ ചരിത്രം എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു 50 വർഷം മുമ്പ് നമ്മൾ ഇരിങ്ങാലക്കുട SNYS പണ്ട്, ഇപ്പോഴാണ് പ്രൊഫഷണൽ മത്സരങ്ങളൊക്കെ ആയിട്ടുള്ളത്. 50 വർഷം മുൻപ് അമേച്ചർ മത്സരം, അവർ 50-ാമത്തെ വർഷം ആവണത്. അപ്പോൾ അവർ അമേച്ചർ മത്സരങ്ങളൊക്കെ ആയിരുന്നു. പഴയകാല നടന്മാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ അറിവുകളൊക്കെ പരിമിതമാണ്. എന്നിരുന്നാലും പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, ചന്ദ്രമാഷ്ട അച്ഛൻ MS നമ്പൂതിരി, പിന്നെ ഒരു ഇരിങ്ങാലക്കുട പള്ളിയിലുണ്ടല്ലോ, പള്ളിയിൽ വലിയ തരത്തിലുള്ള മൂവ്മെൻറ്റ് നടന്നിരുന്നു അല്ലേ? പള്ളിയിൽ CLC-യിൽ കൃത്യമായിട്ട് നാടകം, അതായത് അവരങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പള്ളിയിലത്തെ യുവാക്കളെല്ലാവരും, പിന്നെ ക്രിസ്ത്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ അവരങ്ങനെ, പക്ഷേ അവരെല്ലാ കൊല്ലം അവരുടെ കൂട്ടായ്മകൾക്ക് 2-3 പെരുന്നാളിന് ക്രിസ്മസിനൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടത്. അതൊരു ലാസറേട്ടൻ ഉണ്ടായിരുന്നു, ലാസർ മാമ്പിള്ളിയൊക്കെ അതിൻ്റെ ആളായിരുന്നു, ജോണലേട്ടൻ അതിൻ്റെ ആളായിരുന്നു, പിന്നെ ഒരു ചന്ദ്രമോഹൻ ഉണ്ടായിരുന്നു, പഴയ ഒരു ചന്ദ്രമോഹൻ കൂട്ടപ്ലാവിൽ നിന്ന് ആളുടെ വീട്ടും പേര്, അങ്ങനെയുള്ള ആളുകൾ. പിന്നെ ജോസ് പായ്മൽ ഇവിടുത്തുകാരനായിരുന്നല്ലോ, ഇവിടുത്തെ നാടകം ആയിരുന്നല്ലോ ജോസ് പായ്മൽ, ഇപ്പോൾ ഈ അടുത്ത് മരിച്ചത്. അങ്ങനെ പിന്നെ മണി ഉണ്ടായിരുന്നില്ലേ, മണിമേനോൻ ഇപ്പോഴത്തെ ആളല്ലേ? മണിമേനോൻ ഇപ്പോഴത്തെ, ഞാൻ അത് പറഞ്ഞല്ലോ, പാട്ടവാക്കിയിൽ നമ്മൾ പങ്ങൻ നായരുടെ വേഷം പറയാനായിരുന്നു. ഞാൻ പഴയ ആളുകളുടെ ഒരു സംഭവം, അവരൊക്കെ ഇതായിട്ടുള്ള. മണിച്ചേട്ടൻ കേരളത്തിലെ നമ്പർ 1 നടനായിരുന്നു. പിന്നെ നെപ്പോളിയൻ നാടകത്തിൽ നെപ്പോളിയനായിട്ടൊക്കെ ചെയ്തിട്ടുള്ള, ഇപ്പോഴും ഭയങ്കര ഫിഗറാണ്. ഇപ്പോൾ കളിക്കുന്ന ഡ്രാക്കുള ഇരിങ്ങാലക്കുടയിൽ കണ്ടിരുന്നു, പലരും ഡ്രാക്കുള ഡ്രാക്കുളയിൽ ശരിക്ക് ഡ്രാക്കുളയായിട്ട് അഭിനയിക്കാൻ പറ്റുന്നൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ഞാൻ അദ്ദേഹത്തിനെ കണ്ട് പറഞ്ഞിരുന്നു. മണിച്ചേട്ടൻ നന്നായിട്ട്, പിന്നെ ആളുടെ ജീവിത സാഹചര്യങ്ങളുടെ പ്രശ്നമുണ്ട്. ഇപ്പം അമ്മ മരിച്ചു, ഇപ്പോൾ ചേച്ചിക്കും വയ്യാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അല്ല, അങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോൾ സംഭവം എന്താണില്ലേ, എന്തെങ്കിലും ഈ കലാകാരന്മാരൊക്കെ സഹായിക്കാവുന്ന ഒരു ചെറിയ സംവിധാനങ്ങളും കൂടി നമുക്ക് ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വലിയ ഘടകമാണ്. ഈ നാടകക്കാരുടെ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അത് മുന്നോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമൊക്കെ ആയിട്ട് വലിയ വിഷയങ്ങളൊക്കെ അല്ലേ. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാലേ, ഇപ്പം ഞാൻ പറഞ്ഞത്, ഇപ്പം അവിടെ ഇരിക്കുന്ന ചേട്ടല്ലേ ഈ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ, ഇവർക്കൊക്കെ വലിയ അനുഭവങ്ങളുണ്ടായിരിക്കും. അവർ എത്രയോ കാലങ്ങളെ തൊട്ടപ്പോൾ ഞാൻ ഇവിടെ പഴയ ബാലെ ട്രൂപ്പിൻ്റെ സംഭവം എന്ന് പറഞ്ഞത്. ഹലോ, അടുത്ത ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഇരിങ്ങാലക്കുടയിലെ നാടക നടന്മാരിൽ ഒന്നൊരു മൂന്തമേനോൻ, അന്ന് പാക്യാട്ട് ശ്രീധരൻ നമ്പൂതിരിപ്പാട്, മൂന്തമേനോൻ, വാമന മാഷ്, പിന്നെ വിഷ്ണു നമ്പൂതിരി. അദ്ദേഹം നടവരമ്പത്തുകാരനാണ്, പിന്നീട് ഇവിടെ സെറ്റിൽ ചെയ്തു. മല്ലേപ്പള്ളി, അങ്ങനെ ഇല്ലപ്പേരി ഞാൻ മറന്നുപോയി. കുറേ കാലം അവിടെ
മറ്റേ നടവരമ്പായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ നാഷണൽ സ്കൂളിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് അദ്ദേഹം സെറ്റിൽ ചെയ്യുണ്ടായി. ഇവരും ഒരു കാലത്ത് വലിയ നാടക പ്രവർത്തകരായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയൊരു സംഭവം ഇബ്സന്റെ ഒരു നാടകം പൊയ്ക്കാലുകളുടെ മുകളിൽ ആൾക്കാർ നിന്നുകൊണ്ട് വലിയൊരു നാടകം ഇരിയാനക്കുട ബസ് സ്റ്റാൻഡിൽ നിന്ന് കൂടൽമാണിക്യം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അവസാനിക്കുന്ന രീതിയിൽ സംഘടിപ്പിച്ചത്. അത് ഏത് വർഷം? അത് 83 or 84. ഞങ്ങളന്ന് കൂടൽമാണിക്യം അമ്പലത്തിന് ഫ്രണ്ടിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഏറ്റവും അവസാനം മറ്റേ ഇബ്സന്റെ നാടകം, ഏത് രാജ്യം എന്നുള്ളത് എനിക്കറിയില്ല. ഏറ്റവും അവസാനം ദേവതകൾ മോളിൽ നിന്ന് പുഷ്പവൃഷ്ടി പോലെ അല്ലെങ്കിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അതിലൊരു ദേവത നമ്മുടെ വീട്ടിൽ ഈ വലിയൊരു ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊക്കി കാണിക്കൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഡോക്ടർ കെ എം പിഷാരടി കഥകളി ക്ലബ്ബാണ് അവരുടെ പ്രവർത്തകർ. ഇളയത് മാഷ് വന്നിട്ടാണ് അത്. ഇളയത് മാഷ്, ചന്ദ്രേട്ടൻ, അനിയേട്ടൻ എല്ലാവരും വന്നിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അവരാണത് പുതുവാൾ മാഷ് അവിടെ ഒക്കെ ഏർപ്പാട് ചെയ്തത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതാണ് നാടകത്തിനെ സംബന്ധിച്ച് നാടകം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു എന്നൊക്കെയുള്ളത് ആദ്യമായിട്ട് മനസ്സിലാവുന്നത് ഒരുപക്ഷെ ഈ ഒരു നാടകം കൊണ്ടാണ് എന്ന് അന്നത്തെ ആ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ രേണു രാമനാഥോടെ സ്ഥാപിച്ച വാൾഡൻ തിയേറ്റർ, ലിറ്റിൽ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള അത് രണ്ടും കൂടിയും ഇതിൻ്റെ കൂടെ ഈ ചരിത്രത്തിൻ്റെ കൂടെ ചേർക്കുന്നത് നന്നായിരിക്കും. ജോണൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ മകനാണ് ജോബി ജോണൽ. കേബിൾ ടി വിയിലൊക്കെ വാർത്ത വായിക്കുന്ന ജോബി ജോണൽ. ആ ജോണൽ ഉണ്ടായിരുന്നു. നല്ല സംവിധായകനായിരുന്നു. ജിജോയ് ഇപ്പൊ ഈ ഏറ്റവും യുവതലമുറയില് ജിജോയ്, മണികണ്ഠനുണ്ട് രംഗത്ത്, അരവിന്ദ്, സോണിയാഗിരി ഉണ്ട്. അതെ, പോയിട്ട് അവിടെ ഷേക്സ്പിയർ നാടകവേദിയിൽ വേൾഡ് സഞ്ചാരം അവിടെ പോയി നാടകം അവതരിപ്പിച്ച ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഈശ്വരരാമൻ. ഞാൻ അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക്, അത് ഈ പൈസ മുടക്കുന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ 50 ലക്ഷം എന്നുള്ളത് അധികമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് പൈസ ശരിക്കും നല്ലോണം മുടക്കി അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയും നല്ല നടന്മാർ, ഇന്ത്യയിൽ തന്നെ ഇത്രയും നടന്മാരും നടിമാരുള്ള സ്ഥലം, അസാധ്യമായ കഴിവുള്ള, നമ്മുടെ സിനിമ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എല്ലാവരും നാടകത്തിൻ്റെ പിൻബലമുള്ള ആളുകളാണ്. ഏറ്റവും കരുത്തുറ്റ നടന്മാർ മുഴുവൻ. ബാക്കി വളരെ വിരലിലുണ്ടാവുന്ന പേരേ ഉള്ളൂ വേറെ മേഖലയിൽ നിന്ന് ഈ മിമിക്രി എന്നൊക്കെ വരുന്നത്. അല്ലാതെ ഉള്ളതൊക്കെ നാടകത്തിൻ്റെ കരുത്ത് അവരുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ ഭയങ്കര പാടാണ് ഇവർക്കൊക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാ സാധ്യതകളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു നാടകം ചെയ്യുമ്പോൾ ആ നാടകം കുറച്ചും കൂടിയും ആളുകളിലേക്ക് എത്തുകയും അതിൻ്റെ വിപണനം കൂടുകയും അതിൻ്റെ ഒപ്പം തന്നെ ഈ നമുക്കൊരു പഴയൊരു ഒരു സമ്പ്രദായമുണ്ട്. നാടക നടന്മാരൊന്നും അന്നത്തെ നാടകം ചെയ്യുക, അത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ചൊല്ലലുണ്ട് നമ്മുടെ ഇടയിൽ. എന്തെങ്കിലും പൈസ കിട്ടും, മദ്യപിക്കും, അവർ കിടന്നുറങ്ങും, പിറ്റേ ദിവസം അടുത്ത നാടകത്തിന് പോകും. അങ്ങനല്ല, അവർ അതിനൊപ്പം പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും സാധ്യതകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ദീപൻ ശിവരാമൻ ചെയ്യുന്ന നാടകങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലപോലെ വിപണന സാധ്യതകൾ ഉണ്ട്. കാരണം അത്രയും ടെക്നിക്കലായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നി ഇത്രയൊക്കെ വേണമെങ്കിൽ. പക്ഷെ പാശ്ചാത്യ, ഞാൻ നമ്മൾ വിദേശ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിനിമയുടെക്കാട്ടിലും മുകളിലാണ് അവിടെ നാടകം നിൽക്കുന്നത്, തിയേറ്റർ നിൽക്കുന്നത്. അവിടുത്തെ നടന്മാർക്ക് സിനിമാ നടന്മാരെക്കാട്ടിലും കൂടുതൽ ഇതാണ് അവിടെ റീച്ചാണ് അവർക്ക്. അവർ വരുന്നിടത്ത് ആളുകൾ കൂടുന്നു. അപ്പം അതുപോലെ തന്നെ ഈ തിയേറ്ററിലൊക്കെ ക്യൂ നിൽക്കുന്നത് കാണാം. ഈ സിനിമയ്ക്ക് ക്യൂ നിൽക്കുന്ന പോലെയാണ് നാടകത്തിന് ക്യൂ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ കാരണം എൻ്റെ ഒരു അനുഭവം തന്നെ. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ 1-2 ആളുകളുടെ കൂടെ പ്രവർത്തിച്ചപ്പോൾ 1700 ആളാണ് ഒരു ഒരു ഫ്യൂഷൻ പോലുള്ള സംഭവമാണ്. അയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോറിയോഗ്രാഫറാണ്. പക്ഷേ അയാൾ സംവിധാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും അയാൾ നാടകവും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം. അത് പക്ഷേ അയാളൊരു ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞ സംഭവം ചെയ്തിട്ടുണ്ട്. അയാളൊരു നാടകം പോലെ തന്നെ അത് മൂവ്മെൻറ്റ്സ് വെച്ചിട്ടാണ്. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ടെക്നിക്കൽ എല്ലാം ഉപയോഗിച്ച് ഒരു നാടകം എങ്ങനെ ചെയ്യാൻ പറ്റുമോ. ചില സമയത്ത് നമ്മൾ അത്ഭുതപരം, ഇതൊരു സങ്കര സിനിമ കാണുകയാണോ, അത് അങ്ങനെ ആവണം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. നാടകത്തിൻ്റെ ഇത് കളഞ്ഞ് ചെയ്യണം എന്നല്ല. പക്ഷേ ഇതിൻ്റെ സാധ്യതകൾ നല്ലോണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും
ആളുകൾ എത്തുകയും അതോടൊപ്പം തന്നെ നാടകവും വളരും, കലാകാരനും വളരും, കൂടുതൽ നാടകങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനൊരു സാധ്യതയും കൂടി ഉണ്ടാവേണ്ടതല്ലേ എന്നാണ്. കാരണം വെച്ചാൽ ഈ വരുന്ന ആളുകളെ ആകർഷിക്കുക എന്നുള്ളത് അഭിനയത്തിനൊപ്പം തന്നെ അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളിലും അതിൻ്റെ വിഷ്വൽ സാധനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ കാലത്തിനനുസരിച്ച് മാറുകയാണ്. സിനിമ മാറുന്നത് പോലെ പഴയ സിനിമ നമുക്കിപ്പോൾ ഒരിക്കൽ പോലും എത്ര കേമാണെന്ന് പറഞ്ഞാലും ഇപ്പം അങ്ങനൊരു സിനിമ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ ചെയ്യുന്നേ ഇല്ല. കാരണം അടൂർ ഗോപാലകൃഷ്ണൻ കുറേ ആളുകളെ പ്രതീക്ഷിച്ചല്ല, പക്ഷെ ഇപ്പോൾ അതിനെ നിരൂപണം നടത്താൻ ആളുണ്ട്. സോഷ്യൽ മീഡിയ വളരെ വളർന്നു കഴിഞ്ഞു. ആളുകൾ ഇതൊക്കെ നോക്കുന്നുണ്ട്, യുവാക്കളും നോക്കുന്നുണ്ട്. അത് മോശമായ സിനിമയാണ്, മോശമായ അഭിപ്രായം വരും എന്നുള്ളത് അടൂർ ഗോപാലകൃഷ്ണൻ തിരിച്ചറിയാൻ പറ്റും. ഇത് വിവാദത്തിന് വേണ്ടി പറയല്ല. അപ്പോൾ ഈ അതിനനുസരിച്ച് വളർന്നാൽ മാത്രമാണ് നമുക്കത്. അപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞത് ഇതാക്കല്ല, നമുക്ക് ഇത്രയും ആവശ്യമുണ്ടോ? 50 ലക്ഷം പറഞ്ഞ് വളരെ വലുതാണ്, നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. എങ്കിലും നമ്മൾ പൈസ ചെലവാക്കി ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ ഈ ദീപൻ ശിവരാമൻ ചെയ്തിട്ടുള്ള ഈ ഖസാക്കിൻ്റെ ഇതിഹാസം വളരെ ഇതായിട്ടുള്ള സംഭവമാണ്. കാരണം എത്ര ആളുകളെ വെച്ച് കണ്ണൂരൊക്കെ അതിൻ്റെ അവതരണങ്ങൾ ഗംഭീരമായിട്ട് നടന്നു. അതുപോലെ ഇപ്പോൾ ഇവിടെ കൊടകരയിൽ ഉബ്രോയ് ഗംഭീരമായിട്ട് നടക്കുന്നു. അപ്പോൾ വെച്ചാൽ പണം മുടക്കാൻ ആൾ വരുന്നുണ്ട്. നമുക്ക് അതൊരു വലിയ നഷ്ടമില്ല. ഏതെങ്കിലും കമ്പനിയോ ആരെയും വന്ന് പണം മുടക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് ചെറിയ ചെറിയ പ്രോജക്റ്റുകളും ഇതിൻ്റെ കൂടെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൽ. എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അറിയില്ല. ഇപ്പോൾ പുല്ലൂർ നാടകവേദിയുടെ ഉത്സാഹത്തിൽ ഇപ്പോൾ MLA ഫണ്ട് 25 ലക്ഷവും അതേമാതിരി 50 ലക്ഷത്തിൻ്റെ ഒരു സമാഹരണമൊക്കെ നടത്തി ഒരു രംഗവേദി നിർമ്മിക്കുന്നു. മറ്റ് രംഗകൾക്കും അതിലെ ഇടമുണ്ടാകുമോ? മറ്റ് കലകൾക്കും കൂടി അങ്ങനെയെങ്കിൽ അതിൻ്റെ അണിയറ മുതൽ ക്ലാസിഫിക്കേഷൻ, അതായത് ഒരു നിണമൊരുങ്ങാനോ കഥകളിക്കോ നാടകത്തിനോ നങ്ങ്യാർകൂത്തിനോ മോഹിനിയാട്ടത്തിനോ മറ്റ് രംഗങ്ങൾക്കും കൂടിയും ആ രംഗവേദി ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ചിന്ത. നിങ്ങളിപ്പോൾ സ്ഥലം 15-ാം തീയതി നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞു, അതിനൊരു പ്ലാനിങ് ചെയ്യണ്ടാവും. അപ്പോൾ മറ്റ് രംഗകലകളോടൊക്കെ ഉള്ള ഒരു സ്പേസും കൂടി, സ്പേസ് അരങ്ങ് മാത്രമല്ല, അണിയറ കൂടി. അണിയറയിൽ നിന്നുള്ള സ്റ്റേജിലേക്കുള്ള രംഗവേദിയിലേക്കുള്ള എൻട്രി എക്സിറ്റ്. ഇനി ഒരു നിണമുണ്ട് എന്ന് വിചാരിക്കുക. എന്തായാലും കണ്ടംപററി നാടകങ്ങൾക്ക് പ്രേക്ഷകർ വരുന്നുണ്ടാവും. അങ്ങനെയുള്ള പ്രേക്ഷകം ഈ രംഗവേദിയിലേക്കുള്ള ചിലപ്പോൾ ഫുൾ സീറ്റ് സംവിധാനത്തിൽ ചെയ്യുമ്പോൾ അതിനുവേണ്ടി റാമ്പ് പണിയേണ്ടതായിട്ട് വരും. ഒരു കുചേലം കയറി വരുന്നു, ഇല്ലെങ്കിൽ വേറൊരു പ്രേക്ഷകനിൽ നിന്ന് ഒരു ക്യാരക്ടർ കയറി വരുന്നുവെങ്കിൽ അതിനു വേണ്ടിയും ഫിക്സഡ് ആയിട്ടുള്ള ഒരു സീറ്റ് സംവിധാനത്തിൽ അങ്ങനെയും കൂടിയും വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് കൂടി പരിഗണിക്കണമെന്ന് മറ്റ് രംഗകലകൾക്ക് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും അനുബന്ധമായിട്ട് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർത്ത്. എന്തായാലും നാടകത്തിനെ ഉൾപ്പെടുത്തി ഈ കഥകളി ഡോക്ടർ KNP ഷാരടി സ്മാരക കഥകളി ക്ലബ്ബ് ഇത്തരമൊരു സംവിധാനം ഒരുക്കിയതിൽ ഒരുപാട് സന്തോഷം. നാടകത്തിനെ ചേർത്ത് പിടിച്ചതിൽ നാടക വർത്തമാനം പറയാനായിട്ടുള്ളൊരു ഇടം എനിക്ക് കിട്ടിയതിലും കൂടി ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്തായാലും തുടക്കം സൂചിപ്പിച്ച പോലെ വസ്തുതകളുടെ പേരിലുള്ള ഒരു പ്രബന്ധത്തിനേക്കാൾ അപ്പുറത്ത് ഒരു വർത്തമാനം എന്ന രീതിയിൽ പ്രഭാഷണത്തെ ഒതുക്കുകയും എന്നാൽ അത് വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയാൻ സാധിച്ചു. എന്തായാലും ക്ലബിൻ്റെ ഈ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുക അങ്ങയോട് നന്ദി. ഒപ്പം ഈ സുവർണ ജൂബിലിയുടെ ഭാഗമായിട്ട് നടത്തുന്ന ഈ പ്രഭാഷണത്തിലേക്ക് ക്ഷണം സ്വീകരിച്ചെത്തിയ അങ്ങയെ ആദരിക്കുന്നതിനായിട്ട് EK കേശവനെ സാദരം ക്ഷണിക്കുന്നു. സുവർണ മുദ്ര നൽകുന്നു. വിവരം പറയാം. MN വിനയകുമാർ ചുടുവാലത്തൂർ കഥകളി കേന്ദ്രത്തിൻ്റെ അദ്ദേഹം രചിച്ചൊരു നാടകമുണ്ട്. ഉണ്ണായി വാര്യരുടെ ജീവചരിത്രം അടിസ്ഥാനമാക്കി ഉണ്ണായി വാര്യർ എന്ന് പറയുന്നൊരു നാടകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം കേരള സംഗീത അക്കാദമി മെമ്പറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് ആ നാടകത്തിന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ നാടകം അവതരിപ്പിക്കണമെങ്കിൽ ചുരുങ്ങിയത് 1 കോടി രൂപ വേണമെന്ന് അദ്ദേഹം ഇവിടെ വന്ന് ഒരിക്കലും പറയുണ്ടായിട്ടുണ്ട്. ആ വിവരം നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്ന് മാത്രം.